ബദർ വിളിക്കുന്നു ഭാഗം 3. അബൂ സുഫിയാന്റെ രക്ഷപ്പെടലും അബൂജഹലിന്റെ അഹങ്കാരവും. വാരം പടയണി പൊരുതിക്കൊണ്ടിതാ കുടിലർ കുഫറിൻ പടാ കൊമ്പുകൾ കുഴലുകൾ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രതിരോധത്തിനായി ഒരുങ്ങുന്ന വിവരം പറഞ്ഞല്ലോ. ഇതേ സമയം ശത്രുപക്ഷത്ത് എന്താണ് നടക്കുന്നത്? മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രതിരോധിക്കാനായി വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ ഉടൻ അബൂ സുഫിയാനും സംഘവും ചെങ്കടൽ തീരം വഴി രക്ഷപ്പെട്ട് മക്കയിലെത്തി. ഖുറൈശികൾ ജഹ്ഫയിലെത്തിയപ്പോൾ അബൂ സുഫിയാന്റെ സന്ദേശം അവർക്കിടയിലേക്ക് എത്തി. നിങ്ങൾ ആയുധങ്ങളും ആളുകളുമായി പുറപ്പെട്ടത് വർത്തക സംഘത്തെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ രക്ഷപ്പെട്ടു, അതുകൊണ്ട് നിങ്ങൾ മടങ്ങുക. ഖൈസ് ബിൻ അംറുൽ ഖൈസ് മുഖേന അബൂ സുഫിയാൻ അയച്ച സന്ദേശത്തിന്റെ കാതലാണിത്. അബൂ സുഫിയാന്റെ സന്ദേശം ലഭിച്ചയുടൻ അബൂജഹൽ തന്റെ തനിനിറം പ്രകടമാക്കി. അഹങ്കാരവും അഹംഭാവവും സംഗമിച്ച അബൂജഹൽ പറഞ്ഞു, അള്ളാഹുവാണ് സത്യം, ബദറിലെത്താതെ മടങ്ങില്ല. അവിടെ 3 ദിവസം താമസിക്കും, മൃഗങ്ങൾ അറുത്ത് ഭക്ഷിക്കും, കള്ളുകുടിക്കും, ഗായികമാർ പാട്ടുപാടും. ഇത് കാണുമ്പോൾ അറബികൾ ഞങ്ങളെ എക്കാലവും പേടിക്കും. അബൂജഹലിന്റെ ധിക്കാര വാക്കുകൾ കേട്ട് അബൂ സുഫിയാൻ പറഞ്ഞു, ഇത് കൊടും വഞ്ചനയാണ്. വഞ്ചന ദുർലക്ഷണവും മനുഷ്യനെ നീചനാക്കുന്നതുമാണ്. അഹങ്കാരിയായ അബൂജഹലും സംഘവും ബദറിലേക്ക് നീങ്ങി. നിലംബരംബരവേറിതർ വൻപാടർ കുതുകൂലം പൊങ്കിയാടർന്നിലും വമ്പും കലമ്പും കിബറാട്ടമേ ശരഫുറ്റ ബദർ ജയദീനിൻ കോടി. ഇതേ സമയത്ത് തൗഹീദിന്റെ പക്ഷത്ത് എന്താണ് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ബദറിലേക്കുള്ള യാത്രയിൽ റൗഹാഹിലെ സജിസസ് കിണറിനടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി. അവിടെ വെച്ച് അബൂ ലുബാബയെ മദീനയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് തിരിച്ചയച്ചു. മദീനയിൽ നിന്ന് 1 മൈൽ അപ്പുറമുള്ള അബൂ ഹത്തബ കിണറിനടുത്ത് വെച്ച് ആളുകളെ എണ്ണി ക്ലിപ്തമാക്കി. അയോഗ്യരായ ചിലരെയെല്ലാം ഒഴിവാക്കി. റമദാൻ 16-ന് വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ബദറിനടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ശത്രുക്കളെ കുറിച്ച് അറിയാനായി വീണ്ടും സംഘത്തെ അയച്ചു. അലി റളിയല്ലാഹു അൻഹു, സുബൈർ ഇബ്നു അവ്വാം റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്നിവരെയാണ് ശത്രുക്കളുടെ നീക്കം അറിയാനായി നിയോഗിച്ചത്. ഖുറൈശികൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന 2 കുട്ടികളെ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അവർ കുട്ടികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിച്ചു. അപ്പോൾ പുണ്യനബി നിസ്കാരത്തിലായിരുന്നു. സ്വഹാബത്തിന്റെ ചോദ്യത്തിന് 2 കുട്ടികളും ഉത്തരം പറഞ്ഞു, ഞങ്ങൾ ഖുറൈശികൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്നവരാണ്, വെള്ളത്തിനായി അവർ ഞങ്ങളെ അയച്ചതാണ്. കുട്ടികൾ പറഞ്ഞതിൽ സ്വഹാബത്ത് തൃപ്തരായില്ല. അവർ ആഗ്രഹിച്ചത് അബൂ സുഫിയാനെ കുറിച്ച് അറിയാനാണ്. നിലംബരംബരവേറിതർ വൻപാടർ കുതുകൂലം പൊങ്കിയാടർന്നിലും വമ്പും കലമ്പും കിബറാ. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവരോട് ഖുറൈശികളെ കുറിച്ച് വല്ലതും അറിയാവോ എന്ന് ചോദിച്ചു. ഈ ചരൽക്കുന്നിനപ്പുറത്താണ് ഖുറൈശികൾ ഉള്ളത് എന്ന് കുട്ടികൾ മറുപടി നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അവർ എത്ര പേരുണ്ട്? കുറേയേറെയുണ്ട്, എത്രയെന്നറിയില്ല. വീണ്ടും പ്രവാചകൻ ചോദിച്ചു, ഓരോ ദിവസവും എത്ര മൃഗത്തെ അറുക്കും? കുട്ടികൾ, ചില ദിവസം 10, ചിലപ്പോൾ 9. പുണ്യപ്രവാചകൻ പറഞ്ഞു, ശത്രുക്കൾ 900-ന്റെയോ 1000-ന്റെയോ ഇടയിലാണ്. ശത്രു സൈന്യത്തിലുള്ള ഖുറൈശി പ്രമുഖരെയെല്ലാം കുട്ടികളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി. അതെ, ഇരുപക്ഷവും ബദറിന്റെ രണാങ്കണത്തിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. എന്ത് സംഭവിക്കും? തുടരും.